രാവിലെ തന്നെ ടോയ്ലറ്റ് വിഷയത്തിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നു. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ നടന്നിരുന്നു. അനീഷും അനുമോളുമാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നു. ആരാകും പുറത്തേക്ക് പോവുക എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 76 രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ തന്നെ അനീഷ് പതിവ് പോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ലക്ഷ്മിയോട് പോയിട്ട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. രാത്രി ഇവർ ആരും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ലൈറ്റ് ഓഫ് ചെയ്ത് പോയി ഉറങ്ങാൻ കിടന്നാൽ മൊത്തം രാവിലെ 3 മണി മുതൽ 4 മണി വരെ ഭയങ്കര അലമ്പും വിളിയും ബഹളമൊക്കെ ആണെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മോർണിംഗ് സോങ് വരുന്നത്. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോ അടിപൊളിക്കാം പെണ്ണല്ലേ, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഇവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നു. നല്ല രസകരമായൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ഈ വീട്ടിൽ നിന്നും പോയാൽ എന്ത് സംഭവമാണ് നിങ്ങൾ മിസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടന് മിസ് ചെയ്യും, അതുപോലെ തന്നെ ഈ വീടിനെ മിസ് ചെയ്യും, അങ്ങനെ ഓരോരുത്തരും ഓരോ മൊമെൻറ്റ്സ് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അനീഷ് ബിഗ് ബോസിൻ്റെ ഓരോ തൂണുകളിലും പോയിട്ട് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ ബിഗ് ബോസ്, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ്, എനിക്കിവിടെ നല്ല മുഹൂർത്തം തന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്ന ഭാഗമാണ് പിന്നീട് കാണിക്കുന്നത്. അതിനുശേഷം അനു, ആദില, നൂറ, ലക്ഷ്മി ഇവർ മേക്കപ്പ് റൂമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാബു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഇവിടെ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ ആരെങ്കിലും കയറിയോ, മെയിനിന് കൊടുത്തിരുന്ന ടോയ്ലറ്റിൽ ആരെങ്കിലും കയറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, നമ്മൾ ആരും കയറിയില്ലല്ലോ, എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇല്ല പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് കുറച്ച് അവിടെ കട്ട് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമല്ല പറയുന്നത് അവിടെ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ടോയ്ലറ്റിൽ പോയ സമയത്ത് അവിടെ ടോയ്ലറ്റിൽ ബാത്റൂം ആരോ യൂസ് ചെയ്തിട്ട് ഫ്ലഷ് ഒന്നും അടിച്ചിട്ടില്ല, ഇതാണ് സംഭവം. ഇത് അനീഷ് സാബുവിൻ്റെ ചെവിയിൽ രഹസ്യമായി വന്നു പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്താ ഫ്ലഷ് അടിച്ചുകൂടായിരുന്നു എന്ന് മാത്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നു, എന്നെ തന്നെയാണ്, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ എനിക്ക് നേരെ ചോദ്യം ഉന്നയിക്കുന്നു, നിനക്ക് ഫ്ലഷ് അടിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി, ഞാൻ തന്നെ പ്രതിയായി എന്ന് പറയുന്നു. അപ്പോൾ സാബു അക്ബറും കൂടിയിട്ട് പറയുന്നുണ്ട്, ഇല്ല അനീഷേട്ടാ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ ആര്യൻ എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്, ആരായാലും ഫ്രഷ് അടിച്ചൂടായിരുന്നോ എന്ന്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല. അപ്പോൾ അനീഷ്, അല്ല, എന്നോട് നിനക്ക് അടിച്ചൂടായിരുന്നോ എന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. അപ്പോൾ അനീഷ് അക്ബറും കൂടി അവിടെ പൊരിഞ്ഞ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി ക്ലീൻ ചെയ്തു, മൂത്രം കിടന്നാലും അതായത് അപ്പി കിടന്നാലും ഞാൻ പോയി ക്ലീൻ ചെയ്യുന്നുണ്ട്, എനിക്ക് അത്ര എഫക്റ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇഷ്യൂ നടന്നത് കൊണ്ടല്ലേ നമ്മൾ മെയിൽ ഫീമെയിൽ 2 ടോയ്ലറ്റ് ആക്കിയത്, എന്നിട്ടും ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് അവിടെ കടന്ന് കയർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആരോ പുരുഷന്മാരുടെ ബാത്റൂമിൽ പോയി, പുരുഷന്മാരിൽ ഒരാൾ അവിടെ 2-ന് പോയി, ഇതിനകത്ത് അതായത് അതിനകത്ത് പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഭയങ്കര വഴക്കും വിഷയമൊക്കെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മുമ്പ് ആരാണ് ബാത്റൂമിൽ പോയത്, ആരാണ് പോയത് എങ്കിലും ബിഗ് ബോസ് ആ വീഡിയോ കാണിക്കണമെന്ന് പറയുന്നു. അപ്പോൾ സാബു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കാണിച്ചു തരില്ല കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇയാൾ വരുത്തി തീർക്കുവാടാ ആര്യ, അയാളാണ് ഈ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ആര്യൻ, കൊള്ളാം, ടാസ്കിൻ്റെ ഇടയിൽ കടിച്ച വീഡിയോ എനിക്ക് കാണണം ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇന്നലെ കടിച്ചതിന് തൻ്റെ തലമണ്ടയ്ക്ക് ഒരു കൊട്ട് മാത്രമേ തന്നുള്ളൂ, ഇനി എന്നെ കടിച്ചാൽ അടിച്ച് പല്ല് ഞാൻ തെറിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനീഷിനോട് അക്ബർ. അപ്പോൾ അതിനുശേഷം ആണ് ഈ ജയിൽ നോമിനേഷൻ വരുന്നത്. ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ 1.5 മണിക്കൂറോളം നീണ്ടൊരു ജയിൽ നോമിനേഷൻ തന്നെയായിരുന്നു. അതായത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഒരു എസ്സേ പോലെയൊക്കെ എഴുതാൻ പറ്റിയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. ഞാൻ പറയാം ആരൊക്കെയാണ് ജയിൽ നോമിനേഷൻ ചെയ്തതെന്നുള്ളത്.
അനീഷ് ആദ്യം പോകുന്നു. അനീഷ് പോയിട്ട് ആര്യനെയും അനുമോളെയാണ് പറയുന്നത്. ആര്യൻ്റെ കാര്യം പറയുന്നത് ഇന്നലെ സ്ക്രാച്ച് കാർഡ് ഒളിപ്പിച്ച് വെച്ചു, അതുപോലെ തന്നെ ബിഗ് ബോസിനെ തന്നെ പറ്റിച്ചു എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അനുമോളെ പറയുന്നു കിച്ചൻ്റെ ഇഷ്യൂ ആണ് പറയുന്നത്. ആര്യം പോകുന്നു അനീഷിനെയും അനുമോളെയും പറയുന്നു. അനീഷിൻ്റെ കാര്യം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ എന്നാണ് പറയുന്നത്. അനുവിനെ പറയുന്നത് നെവിനുമായിട്ടുള്ള കേസാണ് പറയുന്നത്. പിന്നെ ഷാനവാസ് പോകുന്നു. ഷാനവാസ് പോയിട്ട് ആര്യനെയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അനുവിനെയും പറയുന്നുണ്ട്. ആര്യൻ്റെ കാര്യം പറയുന്നത് പാല് അനുവാദം ചോദിക്കാതെ എടുത്ത് ചായ ഉണ്ടാക്കി കടലപ്പൊടി കേസ് ഇതൊക്കെയാണ് പറയുന്നത്. അനുവിൻ്റെ പറയുന്നത് കിച്ചൺ ഓപ്പൺ ചെയ്ത ഇഷ്യൂ ആണ്. അതായത് ഷാനവാസ് ആണല്ലോ കിച്ചൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഷാനവാസിനോട് ചോദിക്കാതെ കിച്ചണിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ആദില പോകുന്നു. ആദില പോയിട്ട് അനീഷിനെയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അനുമോളെയും പറയുന്നുണ്ട്. അനീഷിനെ പറയാനുള്ള കാരണം തെറ്റിദ്ധാരണ, ഫേവറിറ്റിസം കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അനുമോളെ പറയുന്നത് സജഷൻസ് ഇല്ല, അതുപോലെ തന്നെ ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് പിന്നീട് എസ്സേ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ഞാൻ ഒട്ടും എഴുതിയിട്ടില്ല, ഞാൻ വെറുതെ ഒന്ന് വായിച്ചിട്ട് പോവാം. അനു പോകുന്നു. അനു പോയിട്ട് നെവിനെയും അക്ബറിനെയും പറയുന്നു. നെവിൻ പോകുന്നു അനുവിനെയും സാബുമാനെയും പറയുന്നു. നൂറ പോകുന്നു അനുവിനെയും ഷാനവാസിനെയും പറയുന്നു. ലക്ഷ്മി പോകുന്നു അനുവിനെയും അക്ബറിനെയും പറയുന്നു. സാബു പോകുന്നു അനീഷിനെയും അനുവിനെയും പറയുന്നു. അക്ബർ പോകുന്നു അനുവിനെയും അനീഷിനെയും തന്നെയാണ് പറയുന്നത്. ഇനി ഇങ്ങനെയാണ് ജയിൽ നോമിനേഷൻ നടക്കുന്നത്. ഇനി നമ്പർ ഓഫ് വോട്ട്സ് നോക്കി കഴിഞ്ഞാൽ അനുവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്, 9 വോട്ടാണ് കിട്ടുന്നത്. അനീഷിന് 4 വോട്ട്, ആര്യന് അക്ബറിനും 2 വോട്ട്, നെവിനും ഷാനവാസിനും ഓരോ വോട്ട് വീതമാണ് കിട്ടുന്നത്. അങ്ങനെ 4 വോട്ട് കിട്ടിയ അനീഷും 9 വോട്ട് കിട്ടിയ അനുവാണ് ഈ ആഴ്ചയും ജയിലിലേക്ക് പോകുന്നത്. അനീഷ് ഇത് 5ാമത്തെ തവണയാണ് വീണ്ടും ജയിലിലേക്ക് പോകാൻ തയ്യാറാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും അനീഷിനെ മാത്രം പറയുന്നതെന്ന് അറിയില്ല. ബാക്കി എത്രയോ പേര് അവിടെ ജയിലിലേക്ക് പോകാനുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എങ്കിലും എല്ലാവരും തെരഞ്ഞു പിടിച്ച് വരുന്നത് അനീഷിലേക്ക് മാത്രമാണ്. അനീഷ് പഠിപ്പിച്ച് 5 ആഴ്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊട്ടും ശരിയല്ല. നിങ്ങൾ ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോൾ അനീഷിനെ മാത്രം ചെയ്യാതെ ബാക്കിയുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ നോക്കുക. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് അവിടെ പുരോഗമിക്കുകയാണ്. ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആരും തന്നെ പുറത്തായിട്ട് അറിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ അക്ബറും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെവിനും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും തമ്മിലുള്ള ഇഷ്യൂ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിൻ്റെ വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി വോട്ട് അവസാനിച്ചപ്പോഴുള്ള വോട്ടിംഗ് പോൾ ഇങ്ങനെയായിരുന്നു. 3 പേരായിരുന്നു ഡേഞ്ചർ സോൺ ഉണ്ടായിരുന്നത്. ലക്ഷ്മി, അക്ബർ, നെവിൻ, ഈ 3 പേരായിരുന്നു. ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെയായിരിക്കും ഒരു എവിക്ഷൻ ഉണ്ടാകുക. ചിലപ്പോൾ 3 ട്രിപ്പിൾ എവിക്ഷൻ ആയിരിക്കും, ഡബിൾ എവിക്ഷൻ ആയിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഷോക്കിംഗ് എവിക്ഷൻ വരെ ഉണ്ടായിരിക്കാം, അങ്ങനെയും സംഭവിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നിഗമനമായിട്ട് മാത്രം ഇരിക്കാം. ഓക്കെ, എന്തായാലും എവിക്ഷൻ്റെ അപ്ഡേറ്റ് അറിയട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ആരും ഔട്ടായിട്ടില്ല എന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കൂടി കഴിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പറയാം നിങ്ങളുടെ അടുത്ത് ആരാണ് ഔട്ടായതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടിട്ടുണ്ടെന്നാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.